ഊതിപ്പെരുപ്പിച്ചു വിടുന്ന നുണപ്രചരണങ്ങൾ, കുടുംബത്തെ ഒന്നാകെ അധിക്ഷേപിക്കൽ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ഈ 8 വർഷക്കാലയളവിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോളം ആക്രമിക്കപ്പെട്ട മറ്റൊരു നേതാവില്ല. മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും മുതൽ പൊതുജനങ്ങൾക്കിടയിൽ പോലും പിണറായി വിജയനെതിരെ തെറ്റിദ്ധാരണാജനകമായ ഒട്ടേറെ വാർത്തകൾ അതിവേഗത്തിൽ പ്രചരിച്ചു. പിണറായി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളെല്ലാം മറച്ചുവെച്ച സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന കുപ്രചരണങ്ങളും അതിവേഗം പ്രചരിച്ചു. ഈ നുണപ്രചരണങ്ങളുടെ ഒക്കെ ഫലമായി പിണറായി വിജയൻ കേരളം കണ്ട ഏറ്റവും മോശപ്പെട്ട ഭരണാധികാരിയായി ചിത്രീകരിക്കപ്പെട്ടു. എന്നാൽ ആർക്കു വേണ്ടിയും തന്റെ വ്യക്തിത്വം അടിയറവ് വെക്കുവാൻ തയ്യാറാകാത്ത പിണറായി വിജയൻ എന്ന ഭരണാധികാരിയുടെ ഭരണത്തിൽ കേരളം ഒന്നൊന്നായി വികസന നേട്ടങ്ങൾ സ്വന്തമാക്കി. ഇപ്പോൾ സംസ്ഥാനത്തോടത്തോളം നടക്കുന്ന ദേശീയപാത നിർമ്മാണത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും കേന്ദ്ര സർക്കാരിന്റെ തലയിലേക്ക് വെക്കുവാൻ നടക്കുന്ന ആളുകൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് സംസ്ഥാനത്തെ ദേശീയപാത വികസനത്തിൽ കേരള സർക്കാരിന്റെ പങ്ക്. സംസ്ഥാന പാതകളും പാലങ്ങളും തുടങ്ങിയ എണ്ണിയാലൊടുങ്ങാത്ത വികസന നേട്ടങ്ങളാണ് പിണറായി സർക്കാർ സംസ്ഥാനത്തിനുടനീളം നടപ്പിലാക്കിയത്. ഇപ്പോഴിതാ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭൂപടത്തിൽ മറ്റൊരു ചരിത്രം എഴുതിയിരിക്കുകയാണ് പിണറായി സർക്കാർ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖം വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യത്തെ മദർഷിപ്പ് ഇന്നലെ രാത്രിയോടെ നങ്കൂരമിട്ടിരിക്കുന്നു. 2000 കണ്ടെയ്നറുകളുമായി ലോകത്തിലെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ നെസ്കിന്റെ ചാർട്ടേഡ് മദർഷിപ്പായ സാൻ ഫെർണാണ്ടോ ആണ് വിഴിഞ്ഞത്ത് ആദ്യം എത്തിയിരിക്കുന്നത്. ഈ മാസം തന്നെ ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയായ MS-ന്റെ മദർഷിപ്പും വിഴിഞ്ഞത്തെത്തുന്നുണ്ട്. ഇതിന്റെ തുടർച്ചയായി വാണിജ്യ കപ്പലുകൾ, കണ്ടെയ്നർ ഷിപ്പുകൾ ഉൾപ്പെടെയുള്ളവയും തുറമുഖത്തെത്തും. 2 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ട്രയൽ ഓപ്പറേഷനിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കപ്പലുകൾ ഇങ്ങോട്ടേക്കെത്തും. വലിയ കപ്പലുകൾ തുറമുഖത്ത് കണ്ടെയ്നർ ഇറക്കിയ ശേഷം പോവുകയും പിന്നീട് ചെറിയ കപ്പലുകൾ വിഴിഞ്ഞത്തെത്തി ഈ കണ്ടെയ്നറുകൾ വിദേശത്തേക്കും രാജ്യത്തിന്റെ വിവിധ തുറമുഖങ്ങളിലേക്കും കൊണ്ടുപോകും. ഇതോടെ വിഴിഞ്ഞം തുറമുഖത്ത് ട്രാൻസ്ഷിപ്മെന്റ് പൂർണ്ണതോതിൽ നടക്കും. ഇതാണ് പ്രതീക്ഷ. ഇതോടകം തന്നെ ആഗോള ഷിപ്പിംഗ് കമ്പനികൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കേന്ദ്രമാക്കി പ്രവർത്തിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മദർഷിപ്പുകൾക്ക് അടുക്കുവാനുള്ള ഇന്ത്യയിലെ ഏക ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം എന്ന പ്രത്യേകതയാണ് വിഴിഞ്ഞത്തെ ശ്രദ്ധേയ കേന്ദ്രമാക്കുന്നത്. വിഴിഞ്ഞത്തേക്ക് വരുന്ന ആദ്യ മദർഷിപ്പായ സാൻ ഫെർണാണ്ടോയുടെ കമ്പനിയായ നെസ്കിന്റെ തീരുമാനം ഇതുവരെ കൊളംബോ വഴി ഇന്ത്യയിലേക്ക് നടത്തിക്കൊണ്ടിരുന്ന ചരക്കു നീക്കം ഇനി വിഴിഞ്ഞം വഴി നടത്തുവാനാണ്. ഇതിന്റെ പുരോഗതി വിലയിരുത്തി മറ്റു രാജ്യങ്ങളിലേക്കുള്ള ചരക്ക് ഗതാഗതവും വിഴിഞ്ഞം തുറമുഖം വഴി നടത്താനാണ് കമ്പനി പദ്ധതിയിടുന്നത്. ഇങ്ങനെ സംഭവിച്ചാൽ ആഗോള ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായി വളരാൻ വിഴിഞ്ഞം തുറമുഖത്തിന് സാധിക്കും. ഇതുവരെയും മേഖലയിലെ ചരക്കു നീക്കത്തിൽ നിർണായക പങ്കുവഹിച്ച കൊളംബോ തുറമുഖം നിലവിൽ സ്ഥലപരിമിതി മൂലം കഷ്ടപ്പെടുകയാണ്. ചെങ്കടലിലെ പ്രതിസന്ധി രൂക്ഷമാകുമ്പോൾ വഴിതിരിച്ചു വിടുന്ന കണ്ടെയ്നറുകൾ കൂടി ഇവിടെ എത്തുന്നത് അവിടം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കമ്പനികളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. ഇതിനൊരു ബദൽ എന്ന നിലയിലാണ് വിഴിഞ്ഞത്തെ പരിഗണിക്കുന്നത്. രാജ്യാന്തര കപ്പൽ പാതയിൽ നിന്ന് 10 നോട്ടിക്കൽ മൈൽ മാത്രം അടുത്ത് സ്ഥിതി ചെയ്യുന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ മറ്റൊരു അനുകൂല ഘടകമാണ്. എന്തായാലും വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടെ കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് വേഗതയേറുമെന്നുറപ്പാണ്. രാജ്യത്തിനു മുന്നിൽ വിഴിഞ്ഞം തുറമുഖം അഭിമാനകരമാകുമ്പോൾ അതിന്റെ കപ്പിത്താനായി മുഖ്യമന്ത്രി സാക്ഷാൽ സഖാവ് പിണറായി വിജയന്റെ പേരും സുവർണ ലിപികളാൽ ആലേഖനം ചെയ്യപ്പെടുമെന്നതും ഉറപ്പു തന്നെയാണ്.